ഇന്ത്യ പ്രമേഹ രോഗികളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളവും പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. പ്രമേഹ രോഗം നമ്മൾ കേരളത്തിൽ ഇത്രയധികം കൂടാനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാര രീതി ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് നിറയെ ചോറെടുത്ത് കഴിക്കണം. ചോറ് പ്ലേറ്റിൽ നിറയെ ചോറ് കാണണം. ആ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പം പഴയ കാലത്ത് നമ്മൾ ഇത്രയധികം ചോറ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്. തൊടിയിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വിദ്യാഭ്യാസം കൂടുതലാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ മേലെ ഇറങ്ങി പണിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ വ്യായാമം ഇല്ലാണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യായാമം ഇല്ലാത്ത അവസ്ഥയും വേറെ വർക്കുകളൊന്നും ചെയ്യാത്തതിൻ്റെയും കാരണമായിട്ട് ഇത്രയധികം കാർബോഹൈഡ്രേറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടും. അങ്ങനെ ഷുഗർ കൂടുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഷുഗർ പേഷ്യൻറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലായി കാണുന്നത്. അപ്പം ഇത് കുറക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിംഗ് രീതി ഒന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് ഈ ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റും. അതിൻ്റെ കൂടെ വ്യായാമം കൂടി ചെയ്താൽ മതി. അപ്പോൾ നിറയെ ചോറെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കപ്പ് മാത്രം ചോറെടുക്കുക. അതിൻ്റെ കൂടെ കുറേ തോരൻ എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ സാലഡ് ആയിട്ടുള്ള സാധനം എടുക്കുക. കക്കിരിക്കോ ക്യാരറ്റൊക്കെ മുറിച്ചിട്ട് സാലഡ് കഴിക്കുക. പിന്നെ അവിയലോ കൂട്ടുകറിയോ പോലുള്ള സാധനങ്ങൾ കഴിക്കുക. അത് വെജിറ്റബിൾ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് പൊരിച്ച മീനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്താ സാധനങ്ങളും കഴിക്കാം. അങ്ങനെ ആഹാരത്തിന് കഴിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് ഷുഗർ കുറക്കാൻ പറ്റും. അപ്പം ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ രാവിലെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടിയും ഇതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറലും വിറ്റാമിൻസും ഒക്കെ കൂടിയിട്ട് നമ്മളെ ആഹാര രീതിയെ മാറ്റുക. അപ്പം ദോശ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും സാലഡ്സ് കൂടി കഴിക്കുക. അതിൻ്റെ കൂടെ മുട്ട കഴിക്കുക. അങ്ങനെ പ്രോട്ടീനും മിനറൽസും വിറ്റാമിൻസും കാർബോഹൈഡ്രേറ്റും ഒരു ഈക്വൽ എമൗണ്ട് ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പം കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ പ്രോട്ടീനും മിനറൽസും വിറ്റാമിൻസും കുറച്ചുകൂടി ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൽ ഒരു മാറ്റം നമ്മൾ വരുത്തുക. പിന്നെ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഈ എന്ത് കഴിക്കും. ഭയങ്കര ആഗ്രഹമായിരിക്കും ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യുന്നതിൻ്റെ വഴി നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പ്രാണായാമങ്ങൾ ചെയ്യുക, യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലുള്ള ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും നമുക്ക് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് ഫ്രൂട്ട്സ് കഴിക്കുമെന്ന്. എല്ലാ ഫ്രൂട്ട്സും ഷുഗർ രോഗിക്ക് കഴിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 10 ഫ്രൂട്ട്സ് മാത്രമേ ഷുഗർ രോഗിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് ലോഡും കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എപ്പോഴും ഷുഗർ രോഗിക്ക് നല്ലത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 10 ഫ്രൂട്ട്സുകൾ വേണമെങ്കിൽ എണ്ണി പറയാൻ പറ്റും. ഒന്ന് ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, ചെറി, അനാർ, ഞാവൽപ്പഴം, ഉറുമാൻ പഴം, പേരക്ക, ബബ്ലൂസ് നാരങ്ങ, സവർജല്ലി. ഇങ്ങനെ 10 പഴങ്ങൾ നമുക്ക് വേണം കഴിക്കാൻ പറ്റും. ഈ പഴങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷുഗർ ഹൈപ്പ് ചെയ്യുന്ന കണ്ടന്റ് വളരെ കുറവാണ്. ചക്ക, മാങ്ങ, നേന്ത്രപ്പഴം പോലുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടാൻ ചാൻസ് ആണ്. അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് കൂടുതൽ മാമ്പഴം കഴിക്കുക, ചക്ക കിട്ടുന്ന സമയത്ത് കൂടുതൽ ചക്ക കഴിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള 10 ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം. എങ്കിൽ കൂടിയും ഈ പറയുന്ന ഫ്രൂട്ട്സുകളെല്ലാം എല്ലാവർക്കും ഷുഗർ കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും പ്രകൃതിക്കനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങളുണ്ട്. ഓരോരുത്തരും ജനറ്റിക് അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കി അവനവനെ തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് അവർക്ക് പറ്റുന്ന ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഷുഗർ പോലുള്ള അസുഖങ്ങൾ, പ്രമേഹം പോലുള്ള അസുഖങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും പറ്റും, നിയന്ത്രിക്കാനും പറ്റും. അപ്പം നല്ല വ്യായാമം ചെയ്യുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക, നല്ല മനസ്സ് സൂക്ഷിക്കുക, നല്ല ആത്മവിശ്വാസം കൈവരിക്കുക. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഷുഗർ കുറച്ച്, പ്രമേഹം കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡയറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിക്കനുസരിച്ചും ഓരോരുത്തരുടെ പ്രകൃതിക്കനുസരിച്ചും ഓരോ ശരീരത്തിനനുസരിച്ചും നമ്മൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിന് അത്തരത്തിലുള്ള ഡയറ്റ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റോടുകൂടി ഇതിനെ ട്രീറ്റ് ചെയ്ത് ഷുഗറിനെ റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്.